ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മൈൻക്രാഫ്റ്റ് വെച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സർവൈവലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫ്രീ ഫയർ ഒക്കെ നിർത്തിയിട്ടുണ്ട്, നമ്മൾ കുറച്ച് ദിവസം നിർത്തിയിട്ടുണ്ട്. ഫ്രീ ഫയർ ഭയങ്കര ബോറിങ് കാര്യങ്ങളൊക്കെ ആവുന്നത്, അതുകൊണ്ട് നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഓക്കെ, ഇത് മതി. അപ്പോൾ ആദ്യം തൊട്ട് എങ്ങനെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് കറക്റ്റിൻ്റെ പേരൊന്നും അറിഞ്ഞൂടെ, യൂസിങ് ഞങ്ങൾക്ക് അറിയാവും, പറഞ്ഞ് കാണിക്കുന്ന നമുക്ക് ചെയ്താൽ മതി. മൈൻക്രാഫ്റ്റ് അത്യാവശ്യം നല്ല ഗെയിം, കിട്ടുന്ന ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടൊന്നും ഇല്ല, നല്ല സപ്പോർട്ടൊക്കെ കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ സപ്പോർട്ട് വളരെ കുറവാണ് കേട്ടോ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഓക്കെ, ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പം ഗൂഗിളിൽ നിന്ന് APK വഴി കയറ്റാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ പൈസ കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഗൂഗിളിൽ നിന്ന് നമുക്ക് APK വഴി ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് വെച്ച് നമുക്ക് ഈ മൈൻക്രാഫ്റ്റ് നമുക്ക് കയറ്റാൻ പറ്റും, മനസ്സിലായോ? അതേപോലെയാണ് ഇതൊക്കെ. സർവേയിലുണ്ട്. നമ്മൾ ഈ ബോഡി സ്കിന്നൊക്കെ കിട്ടണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ സ്കിന്ന് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്, അതാണ് നമ്മൾ ലക്ഷ്യം, അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആദ്യം ആരൊക്കെ സപ്പോർട്ട്, നമുക്ക് ആ സർവേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത് എവിടെ എത്തിയതുള്ള നമുക്കറിയാൻ പറ്റത്തില്ല, മനസ്സിലാക്കുക. അങ്ങനത്തെ സ്ഥലങ്ങളാണ്. കണ്ട നമ്മളിവിടെ ആദ്യമേ എത്തിയാൽ തന്നെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താ പറഞ്ഞു, സോംബികളുണ്ട്. സോംബിയുടെ അടുത്തു നിന്നൊക്കെ മാറി നിൽക്കണം കേട്ടോ. ഈ സോംബി കള്ളർ അങ്ങനെ സാധനമുണ്ട്. ഒരു ഡേഞ്ചർ സാധനത്തിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുക, അതായത് കുറച്ചും കൂടി സേഫ്റ്റി. ഓക്കെ, നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് വെച്ചാൽ മരം മുറിക്കുക, അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, നമ്മളിങ്ങനെ കൊത്തി മരം മുറിച്ചിരിക്കുന്നു ഗൈസ്, മരം. ഓക്കെ, എത്രത്തോളം ഈ മരമാണ് നമ്മൾ ഈ മൈൻക്രാഫ്റ്റ് ആവശ്യമുള്ളത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മരങ്ങൾ വേണം, മരം. ഇപ്പം നമ്മൾക്ക് മണ്ണ് ചെത്തണമെങ്കിലും മരം വേണം, മരത്തിൻ്റെ സഹായം വേണം, കാണിച്ചു തരാം. ചെത്തി അങ്ങ് വരെ പോയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനാ ഗൈസ് വീഡിയോ. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല ഈ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊന്നും. ഒരു ക്ലിക്ക് വെക്കിയാൽ മതി, ഇത്ര സിമ്പിൾ കാര്യമാണ്, അതാണ് നിങ്ങൾ ചെയ്യാത്തത്. ഓക്കെ, എല്ലാവരും സിമ്പിളായിട്ടുള്ള എല്ലാവരും ചെയ്യുക. പൈസയൊന്നും പോകുന്നില്ലല്ലോ സബ് ചെയ്യുന്നതിന്, നമുക്ക് പൈസയൊന്നും വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. സപ്പോർട്ട്, നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹാപ്പിയാണ്. ഓക്കെ, നമ്മൾ മരം മുറിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങ് അറ്റം വരെ ഉന്നം പോകുന്നില്ല, അതെന്താണെന്ന് അറിയാൻ വയ്യ. അങ്ങ് ദൂരോട്ടൊന്നും ഉന്നം പോകത്തില്ല. അപ്പോൾ നമ്മൾ 16 മരം നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിയേറ്റ് .com എന്ന് എഴുതിക്കുന്നുണ്ടോ ഗൈസ്? ഈ .com 3 .com അല്ല, 3 കുത്തിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ റൗണ്ട് കളിച്ചാൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ഇതുണ്ടാക്കുക, ഇത് കണ്ടല്ലേ, ഈ ബ്ലാങ്ക് കണ്ടിരിക്കുന്നത് ഈ സാധനം. നമ്മൾ ഈ മരം വെട്ടുമ്പോൾ ഇതിങ്ങനെ കിട്ടും. ഇത് നമ്മൾ ഇങ്ങോട്ട് ക്രാഫ്റ്റിങ്ങിലോട്ട് വെച്ചാൽ മതി, അപ്പോൾ നമ്മളിങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ടൂൾസൊക്കെ വേണമെങ്കിൽ ഈ സ്റ്റിക്ക് ഉണ്ടാക്കാം. നമ്മൾ ആദ്യം ഈ ക്രാഫ്റ്റിംഗ് ടേബിളാണ്, ഇത് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ ചെയ്താണ്. ഇത് ഒരെണ്ണം വേണം, അത് അത്യാവശ്യപ്പെട്ടൊരു കാര്യമാണ് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് വെച്ചാൽ. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വേണ്ടൊരു സാധനമാണ് ഗൈസ്. പിന്നെ വേണമെങ്കിൽ സ്റ്റിക്കൊക്കെ വാങ്ങിച്ച് വെക്കാം. സ്റ്റിക്കാണ് നമുക്ക് ഏണി ഉണ്ടാക്കാം, പിന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, മനസ്സിലായോ?
അതാണ് നമ്മൾ സ്റ്റിക്കിൻ്റെ ഉപയോഗം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായിരിക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ അത് നമ്മൾ ഇങ്ങോട്ട് വെക്കാം. നിങ്ങൾ ക്ലിക്ക് ഒരു നെക്ക് വയ്ക്കുക. ഇത്ര സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് ഇത് പറയുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് വേണ്ടൊരു സാധനമല്ല. ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. പിക്കാക്സ്. ഇതിൻ്റെ പേരാണ് പിക്കാക്സ്. ഇത് ഒരു പിക്കാക്സ് നമുക്ക് വാങ്ങിച്ചു വെച്ചേക്കാം. നമ്മൾ ഇത് മരം വെട്ടുന്ന ഫുഡ്ഫെക്സ് എന്ന് പറയും. അത് നമ്മളിവിടെ മാറ്റി എടുത്ത് വെച്ചേക്കണ. ഇവിടെ സംഭവം കണ്ടാടാ, ഇവിടെ കണ്ട അവിടെ ക്ലിക്ക് കൊടുത്താൽ മാത്രം മതി. ഡൗട്ടും കാര്യങ്ങളും ഒന്നും വരത്തില്ല. അവിടെ ക്ലിക്ക് കൊടുക്കുക. അപ്പം നമുക്ക് സാധനം ഇവിടെ റെഡിയായി കിട്ടും. ഇത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊരു മണ്ടത്തിറങ്ങിയാണ് വെച്ച് പോയി. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റ് ടേബിളിൽ മുറിച്ച് മാറ്റണം കേട്ടോ. രാത്രി ആവുന്ന മുന്നേ നമുക്ക് കട്ടിലുണ്ടാക്കണ്ടേ ഗൈസ്? കട്ടിലുണ്ടാക്കണം. കട്ടിലുണ്ടാക്കണമെങ്കിൽ ആര് വേണമെന്ന് പറഞ്ഞു. നമ്മൾ ആട്ടുകുട്ടീനെ കണ്ടുപിടിക്കണം. ആട്ടുകുട്ടി. ആട്ടുംകുട്ടി. നമ്മൾ ഈ ആട്ടുകുട്ടീനെ തപ്പി പോകുമ്പോൾ അയ്യോ കുറച്ച് ലാഗ് അടിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ആട്ടുംകുട്ടി. നമ്മൾ ഇതേപോലെ 3 ആട്ടുംകുട്ടിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതോ 3 കുറച്ച് പിടിക്കാൻ കുറച്ച് പാട് വരും. അതെന്തേ? അയ്യോ, ഈ ആട്ടുംകുട്ടി പോയ സീന. നമുക്ക് ബെഡ് ഉണ്ടാക്കണേ, നമുക്ക് ഉറങ്ങണ്ടേ? ഉറക്കം വരത്തില്ലേ? അതുകൊണ്ട് ബീഫും കേരളത്തൂടെ ഇരിക്കുന്നല്ലോ. ഓക്കെ, നമുക്ക് ബീഫ് കിട്ടി ഗൈസ്. ബീഫ് ഇതാണ് നമ്മുടെ ബീഫെല്ലാം നമുക്ക് വിശക്കുമ്പോൾ ഇരുന്ന് മമ്മ വേണ്ട കാണിച്ചു തരാം. ഓക്കെ, ഇനി ഒരു നിൽക്കൊണ്ടിരുന്നാൽ മതി എവിടെയെങ്കിലും. അപ്പോൾ വയറ് ഫുള്ളാണ്. വയറ് ഫുള്ളാന്ന് പറയുന്നത് ഇവിടെ ഏതുണ്ടാകണ്ട, അവിടെ നോക്കിയാൽ മതി. അപ്പോൾ വയറ് ഫുള്ളായിരിക്കുന്നത് അവിടെ കാണിക്കും. അതാണ് സ്കൾട്ടർ. നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട. അവൻ്റെ കയ്യിൽ എപ്പോഴും അമ്പുമില്ലും കാണും. എന്തിനാണോ നമ്മൾ അടിക്കാനൊരു അമ്പുമില്ലും അവർ വെച്ചേക്കും. മനസ്സിലായോ? ആ അമ്പുമില്ലും ഉണ്ടെങ്കിൽ ഇതാണ് ദാണ്ടിരിക്കുന്നേ മോനെ. അവൻ ചാമ്പ് നമ്മളൊരു വെള്ള സാധനം കിട്ടുന്നുണ്ടാകണ്ട. എൻ്റെ കയ്യിലിരിക്കുന്നത് എന്തുവാ? വെള്ള സാധനമാണ്. ആട്ടുംകുട്ടിയുടെ സാധനം. ഓക്കെ, ഇനി നമുക്കിനി എത്ര ആട്ടുംകുട്ടി കണ്ടുപിടിക്കണമെന്ന് അറിയുമോ? നമുക്കിനി 2 ആട്ടുംകുട്ടിനെ കണ്ടുപിടിക്കണം. നമുക്ക് അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോയി നോക്കിയല്ലേ. മഞ്ഞിലട്ടമൊക്കെ പോയാൽ മൃഗങ്ങൾ നമുക്ക് വേട്ടയാടണ്ടേ ഗൈസ്? വേട്ടയാടണമെങ്കിൽ എന്തോ വേണം? അയ്യോ ഗൈസ്, അവിടെ നല്ല ആട്ടുംകുട്ടികളുണ്ട്. നമുക്ക് താഴോട്ട് പോവാം. താഴോട്ട് പോകുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. കുഴപ്പമില്ല. നമ്മൾ ഇരിക്കുന്നതിനെ സൂക്ഷിച്ച് പയ്യ സമാധാനത്തോടെ പോണേ. സാവകാശം സമയമെടുത്ത് സമാധാനത്തോടെ പോയാൽ മതി. അപ്പുറത്തേക്ക് എല്ലാം പോയിക്കോളും. ഓക്കെ, അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആവുക. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് കളിക്കണം. അയ്യോ, അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് പണിയാവും കേട്ടാ. ഇവിടെ നിന്ന് നിരപ്പ് കിട്ടുന്നില്ലല്ലേ? നിരപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു വീടൊക്കെ ഒന്ന് പണിഞ്ഞ് വൈബായാലേ. ഇവിടെ വീട് പണിഞ്ഞല്ല. ഓക്കെ ഗൈസ്, നമ്മളിവിടെ നിരപ്പാക്കാൻ പോവുകയാണ്. ഇവിടെ നിരപ്പാക്കിയിട്ട് നമുക്ക് വീടൊക്കെ പണിഞ്ഞ് സെറ്റൊക്കെ ആക്കിയിട്ട് വെക്കാം. അതൊക്കെ ആയിരിക്കും കുറച്ച് വൈബ് വേണ്ടേ? ഓക്കെ, നമ്മൾ ചെത്തി ഇരിക്കണം. കുറച്ചാ നമുക്ക് താമസിക്കാൻ വേണ്ടി. മനസ്സിലായോ? അത്ര വലിയ സെറ്റപ്പൊന്നും വേണ്ട. നമ്മൾ ഫൗളിങ് ക്യാരക്ടറൊന്നും ഫൗള് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ക്രാഫ്റ്റ് ലാൻഡ് ക്രാഫ്റ്റ് ഒന്നും ഇടത്തില്ല കേട്ടോ. ക്രാഫ്റ്റ് അല്ല, ക്രിയേറ്റ് നമ്മൾ ഫൗളൊന്നും ചെയ്യാറില്ല.
അയ്യോ, നമുക്ക് കുറച്ച് സാധനം കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴേ വീടൊന്നും പണിയേണ്ട കാര്യം. നമുക്കേ കുറച്ച് സ്ഥലം വരെ പോകാറുണ്ട്. അയ്യോ, ഈ കുഴിയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കുഴിയിലോട്ട് നോക്കാം. എല്ലാവരും ഉണ്ട് കേട്ടാ. നല്ല ആഴമുള്ള കുഴിയാണ്. നമുക്കിവിടെ സ്ട്രോബെറി കിട്ടുന്നുണ്ട്. അയ്യോ അയ്യോ അയ്യോ, ഇതേ സ്ട്രോബെറി പറിക്കുന്നു. അയ്യോ, ഈ സ്ട്രോബെറിക്ക് ഒരു പ്രശ്നമുണ്ട്. സ്ട്രോബെറി ചെടി എടുക്കാൻ പറ്റില്ല, എടുക്കാനൊക്കെ പറ്റും. രാത്രിയായി. നമുക്ക് ഇനി കട്ടില് പണിയാൻ സമയമായി. എന്തോ നമ്മൾ എവിടെയും പോയിട്ടൊന്നുമില്ല കേട്ടാ. ജീവി വരുന്നുണ്ട്. നമ്മളിത് അടക്കി കൂട്ടി വെക്കുന്നു. അല്ലെങ്കിൽ കുറച്ച് പണിയാവുകയും. നമുക്ക് മേൽക്കൂര പണിയുണ്ടായി. നമുക്ക് ഇവിടുന്ന് തടി കിട്ടുന്നുണ്ട്. നമ്മൾ അന്ന് വരുന്നത് നമുക്കിവിടെ തട്ടി പണിയാൻ നോക്കാം. തട്ടി നോക്കണ്ട, നമുക്ക് ഒരാടിനെ പറയുന്നത്. പിന്നെ വേറെ ആട് നമുക്ക് ഒരു കിട്ടുന്നെങ്കിൽ അത് കറുത്ത ആട്, അല്ലെങ്കിൽ ഈ കളറാട്, ഈ കളറാട്. വെള്ള ആടിനെ വെട്ടി ഈ ആടിനെ വെട്ടി, അതാണ് നമ്മൾ ജീവനെ കാണിക്കുന്നത്. ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. ടാസ്ക് പിടിക്കാൻ അവിടെ മഴയുണ്ടോ ഗൈസ്? ഇവിടെ പെരുത്ത മഴയാണ്. രാവിലെ ആവുന്നത് ഇരുട്ടത്തില്ല, നമുക്ക് തോട്ടത്തിലൊന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. എന്റെ വീട്ടിൽ കിടക്കുന്നുണ്ട് ഇല്ല് ഫുള്ളാവണം. വിശക്കുന്നുണ്ട്. കൂടെ കൂടെ തുറന്നു നോക്കാം. തുറന്നു നോക്കാം.
വെട്ടം കിട്ടാനാണ് തുറന്നു കേട്ടോ. ഈ രാവിലെ ആകുമ്പോൾ നമ്മൾ സോമ്പികളൊക്കെ കാണിക്കാറുള്ളത്. ഇപ്പം കാണിച്ചു തന്നാൽ ഞാൻ ഇനി അവിടെ വീടും പണിയാവും. മൊത്തത്തിൽ പണി കിട്ടുന്നു. നമുക്ക് ഉണ്ടാക്കാൻ സമയമായി കിടക്കുന്നു. എവിടെയെങ്കിലും പണിയാൻ ഇപ്പോഴേ വേണം. നമുക്കൊരു ഫാമിംഗ് നടന്ന് തുടങ്ങണ്ടേ. കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ട് വരുന്ന പറഞ്ഞു. ഫ്രണ്ട് വരുമ്പോൾ പുതിയ ഇതായിട്ട് വരുന്നില്ല. അങ്ങനെ സോമ്പ് അടിച്ചിട്ട് എന്താ ഈ സോമ്പ് വിടുന്നത്? ഈ സോമ്പിന്റെ സൗണ്ട് പോലും കേട്ടില്ല. നാശം. നമ്മളെ ഇന്നത്തെയാണ് ഇന്നത്തെയൊക്കെ ഉണ്ട്. എൻ്റെ കൂട്ടാണ് കൈസ്. ഞാൻ വിളിക്കുന്ന കൈസിക്കാനാണ്. ആ ചാനല് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ല. അതാണ് കുറച്ച് ടാസ്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആരെങ്കിലും മനസ്സിലാവാൻ വേണ്ടി ഇട്ടായിരുന്നു. നമ്മൾ ഇനി മൊത്തം കുറച്ച് ഡേറ്റ് നമ്മളിപ്പോൾ ഇരുന്നായിരിക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നോ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യും ഉറപ്പാണ്. അവിടെ ഈ ക്ലാസ്സിന് വേണ്ടി നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലായി കാണത്തില്ല. മനസ്സിലായോ? കുറച്ച് കാര്യങ്ങളെ പറഞ്ഞോളൂ. ഇനി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ മാക്സിമം എല്ലാവരും സബ് ചെയ്യുക. സബ് ചെയ്താൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്തോ. ബെല്ല് സാധനമുണ്ട്, അത് പിന്നെ നിൽക്കുക. ഇത്ര ഒരു സംഭവം സിമ്പിളാണ്. പിന്നെ അവിടെ ചുമന്ന സാധനമാണ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞു. അതിലൂടെ നിൽക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ നല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ എത്ര മണിയാണ്?